ചിലർ എന്നോട് ചോദിച്ച ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു മറുപടിയാണ്, അതിനുള്ള മറുപടിയാണ്. ഈ പ്രധാനമന്ത്രിയൊക്കെ ചെയ്യുന്നത് രാജ്യദ്രോഹമല്ലേ, അല്ലെങ്കിൽ കൊള്ളയും കൊലപാതകമല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനൊരു വലിയ കാര്യമെന്ന് പറയാനുള്ളത്, പ്രധാനമായിട്ട് പറയാനുള്ളത്, അതിന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിയാമ്പിളിൻ്റെ പൂർണ്ണ രൂപമെങ്കിലും മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും പ്രധാനമന്ത്രി കള്ളനാണോ, കൊള്ളക്കാരനാണോ, കൊലപാതകമാണോ. അപ്പോൾ അതിനനുസരിച്ചാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത് എങ്കിൽ അയാളൊരു നല്ലൊരു പ്രധാനമന്ത്രിയാണെന്ന് പറയാം. അത് ആരായാലും, നരേന്ദ്രമോദി ആയാലും ആരായാലും, ഇനി വരാൻ പോകുന്ന ആളായാലും ഇത് മുമ്പ് ഉണ്ടായിരുന്നവരായാലും എല്ലാവരും അല്ലയോ തിരിച്ചറിയാൻ പറ്റും. അല്ല മതത്തിൻ്റെ രീതിയിലാണെങ്കിൽ ഇപ്പോൾ സദാം ഹുസൈൻ ആരാണ്? ഇസ്ലാം മതക്കാർക്ക് ദൈവമാണ്. ഉസാമ ബിൻ ലാദൻ ആരാണ്? ദൈവമാണ്. നരേന്ദ്രമോദി മതത്തിൻ്റെ ഒരാളാണെങ്കിൽ, മതപ്രകാരം തീവ്രവാദം ചെയ്യുന്നുവെങ്കിൽ അതാരാണെന്ന് നമ്മൾ പറയണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നും, വലിയ പുണ്യകളനായിട്ടൊക്കെ തോന്നും. പക്ഷേ ഭരണഘടന പ്രകാരമാണ് നമ്മൾ പ്രധാനമന്ത്രിയെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരണഘടന പ്രകാരം അല്ല ജീവിക്കുന്നതെങ്കിൽ അത് രാജ്യദ്രോഹിയായിട്ട് അംഗീകരിക്കേണ്ടി വരും.